കോഴിക്കോട് നിന്നാണ് വാർത്ത വരുന്നത്. ചേവായൂരിൽ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. CPIM പിന്തുണയുള്ളവരാണ് വിമത വിഭാഗം. കള്ളവോട്ട് ആരോപണവുമായി കോൺഗ്രസും CPIM തമ്മിൽ ഇപ്പോഴും ആ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങളുമായി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്, പക്ഷെ തർക്കം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ ഈ തർക്കത്തിനുള്ള ഒരു കാരണം? അതിൽ ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? അതിൽ എന്തെങ്കിലും ഇടപെടൽ ആരുടെങ്കിലും ഭാഗത്തുണ്ടാവുന്നുണ്ടോ? പ്രജിൻ, പ്രവിത, ഗുഡ് ഈവനിംഗ്. സംഭവ ബഹുലമായ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നത്. ഈ വോട്ടെടുപ്പിനിടെ CPIMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ നിരവധി തവണ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പലതവണ സംഘർഷത്തിൽ ഈ വാക്കേറ്റം കലാശിക്കുകയും ചെയ്തു. പല സമയത്തും പോലീസ് നോക്കുകുത്തിയായി നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇവിടെ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. 36,000-ഓളം മെമ്പർമാരായിരുന്നു ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉള്ളത്. ആ 36,000 പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. 3 മണി വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 7,900 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ. പോളിംഗ് ശതമാനം വളരെയധികം കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണ 6,900 ആയിരുന്നു. പരമാവധി 4 മണി വരെയുള്ള കണക്ക് നോക്കിയാൽ 8,500 വരെ ഈ വോട്ടെണ്ണൽ 8,500 വരെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ CPIMന്റെ ഒരു നിഗമനം. ഈ കള്ളവോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തുവെന്ന് CPIM ആരോപിക്കുമ്പോൾ CPIM കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനും അത് കയ്യാങ്കളിയിലും ഒടുവിൽ സംഘർഷത്തിലും കലാശിക്കുക വരെ എത്തി. അല്പസമയം മുമ്പ് വരെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള K പ്രവീൺകുമാറും കോഴിക്കോട്ടെ MP ആയിട്ടുള്ള MK രാഘവൻ MPയും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളെ കാണും. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനുള്ളിൽ അവർ പ്രഖ്യാപിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന പോരാട്ടമായിരുന്നു. വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ഈ ഇവിടുത്തെ നിലവിലെ ഭരണസമിതിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായ ചില ഭിന്നതയാണ് ഇത്തരത്തിൽ വിമതരായി കോൺഗ്രസിനെ നിലവിലെ ഭരണസമിതിയെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിന് CPIM പിന്തുണ നൽകുകയായിരുന്നു. CPIMന്റെ 100 കണക്കിന് പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലെത്തിയത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വോട്ടെണ്ണലും ആരംഭിക്കും. രാത്രിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 മണിക്ക് ശേഷം കനത്ത മഴയായിരുന്നു. ഈ മഴയെ അവഗണിച്ചും ഈ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നതായിരുന്നു കാഴ്ച. ഒരു ഘട്ടത്തിൽ CPIM പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിക്കുന്ന സാഹചര്യത്തിൽ വരെ എത്തി. അത് CPIM പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് കലാശിച്ചു. CPIMന്റെ പ്രവർത്തകർക്ക് ഈ സംഭവത്തിൽ ഈ ലാത്തി വീശലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും സംഘർഷത്തിന് നിലവിൽ അയവ് വന്നിട്ടുണ്ട്. അതിന് കാരണം കോൺഗ്രസ് പ്രവർത്തകര് ഇവിടെ നിന്നും പിൻവാങ്ങിയതാണ്. അപ്പോഴും CPIM പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നു. ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും പ്രവർത്തകർ എത്തുകയാണെങ്കിൽ അവരെ പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ വോട്ട് ചെയ്യാനെത്തിയ പല ആളുകളും തിരികെ പോകേണ്ട സാഹചര്യം. കോൺഗ്രസ് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നുള്ള ആവശ്യമാണല്ലോ അവർ ഉന്നയിക്കുന്നത്. ഇതേ ആവശ്യം CPIM ഉന്നയിക്കുന്നുണ്ടോ? ഇതിൽ 2 പാർട്ടികളും ഒരേ സ്വരത്തിൽ അത് തന്നെയാണോ ആവശ്യപ്പെടുന്നത്? പ്രവിത, നിലവിൽ CPIM നേതൃത്വം അത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അത് അവർ 4:30 ഔദ്യോഗികമായി തന്നെ MK രാഘവൻ MPയും DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺകുമാറും വാർത്താ സമ്മേളനം നടത്തി പറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കോൺഗ്രസിന്റെ വിമത പാനലിന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. നിലവിലെ വിമത പക്ഷവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ തൃപ്തരാണ്. നിലവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ തൃപ്തരാണ്. ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. CPIMന്റെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പരമാവധി 8,500 വരെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിൽ ഭൂരിഭാഗവും CPIMന്റെ വോട്ടുകളാണ് എന്നാണ് പറയുന്നത്. അതേസമയം കോൺഗ്രസിന്റെ കള്ളവോട്ട് ആരോപണം CPIM പിന്തുണ നൽകുന്ന കോൺഗ്രസിന്റെ വിമതപക്ഷം തള്ളുന്നുണ്ട്. CPIM കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണമാണ് അവർ തള്ളുന്നത്. അതേസമയം ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ
ആരോപിക്കുന്നത്. രാഹുൽ, ഇതിലൊരു അതിശോക്തിയുണ്ട്, ഒരു വിരോധാഭാസമുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ കോൺഗ്രസിൽ തന്നെ ഉള്ള വിമത വിഭാഗം, അതിൽ CPM-ന് അവർ ഒരു വശത്ത് പിന്തുണ നൽകുന്നുമുണ്ട്, തിരിച്ചും അവർക്ക് പിന്തുണ ലഭിക്കുന്നു CPM-ന്റെ ഭാഗത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലെ കോൺഗ്രസിനകത്തുള്ള വിഭാഗീയതയ്ക്കുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ഇതിൽ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി തന്നെ അതിൽ ഇങ്ങനെ ഈ സമയത്ത് കോൺഗ്രസിനകത്ത് പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ഇങ്ങനെയൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ജില്ലാ നേതൃത്വം എന്ത് ഇടപെടലാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്? പ്രജിൻ, വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കായിരുന്നു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ കയ്യിലുള്ള ബാങ്കായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവുമായി ഉണ്ടായ വാക്കേറ്റത്തിന്റെ പുറത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ വർഷങ്ങളായി ഭരിക്കുന്ന ഈ കോൺഗ്രസ് ഭരിക്കുന്നതാണ്. അതിൽ നിലവിലെ ഇവിടുത്തെ നിലവിലെ പ്രസിഡന്റും DCC പ്രസിഡന്റും തമ്മിൽ ചില വാക്കേറ്റമുണ്ടായിരുന്നു. അതായത് സ്വതന്ത്രമായി ബാങ്കിന്റെ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വിമതരായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നിലവിലെ പാനലിലുള്ള മുഴുവൻ ആളുകളെയും കോൺഗ്രസ് പുറത്താക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ K. സുധാകരൻ കോഴിക്കോട് എത്തിയപ്പോൾ കണ്ടതാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വിവാദ പ്രസ്താവന K. സുധാകരൻ നടത്തിയത്. അതായത് വിമതരായി നിന്നുകൊണ്ട് മത്സരത്തെ നേരിടാനാണ് തീരുമാനമെങ്കിൽ നേരിടും എന്ന് തന്നെയാണ് അന്ന് K. സുധാകരൻ പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ആളുകൾ അവിടെ നിന്നും കോൺഗ്രസിൽ നിന്നും മാറിയ ശേഷം വിമതരായി നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി CPIM നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു. 11 അംഗ പാനലാണ് ഉള്ളത്. ഇതിലേക്ക് 11 പേർ വിമത പക്ഷത്തു നിന്നും 11 പേർ ഔദ്യോഗിക പക്ഷത്തു നിന്നും ഒരു സ്വതന്ത്രനും 8 BJP അംഗങ്ങളും, അങ്ങനെ 31 പേരാണ് ആകെ ഭരിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സർവീസ് സഹകരണ ബാങ്കാണ്. 100 കോടി രൂപയാണ് ഈ ബാങ്കിന്റെ ആസ്തി എന്ന് പറയുന്നത്. അത് മാത്രമല്ല 36,000-ഓളം അംഗങ്ങളുള്ള ഒരു ബാങ്ക് കൂടിയാണ് ചേവായി സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെ സംഭവ ബഹുലമായ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 4:30 MK രാഘവൻ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ, അവരുടെ നടപടികൾ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മാധ്യമ സമ്മേളനത്തിൽ പറയുമായിരിക്കും. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടോ, രാഹുൽ സുരേഷ് ഫുൾ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. കാരണം അതിനിടയിൽ പറയുന്നൊരു കാര്യമാണ്, കോഴിക്കോടൊക്കെ ശക്തമായ മഴ അല്പസം മുൻപ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൻ്റെ പല ഇടങ്ങളിലായി മഴ ഉണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്.